നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ ആരംഭിക്കും മുൻപേ രാമന്തളി ചിറ്റടി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ വെള്ളത്തിനായി കഷ്ടപ്പെടുകയാണ് പ്രദേശത്തുകാർ. ജവഹർ മാഡായിയുടെ നേതൃത്വത്തിൽ ജവാന്മാരെ ആദരിച്ചു. ഹക്കിംഗ് കേസ് CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന പ്രക്ഷോഭം ശക്തിപ്പെടുമെന്ന് കമ്മിറ്റി ചെയർമാൻ T. പുരുഷോത്തമൻ. കർഷകർക്ക് കണ്ണീര് സമ്മാനിച്ച് കശുവിൻ പൂവുകൾ കരിഞ്ഞുണങ്ങുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. ഇരിണാവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമായി ഇരിണാവ് മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. വാർത്തകൾ വിശദമായി. വേനൽ ആരംഭിക്കും മുമ്പേ രാമന്തളി പഞ്ചായത്തിലെ ചിറ്റടി പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഒരു തുള്ളി വെള്ളത്തിനായി പൊറുതിമുട്ടുകയാണ് പ്രദേശവാസികൾ. കുന്നും മലകളും താണ്ടി ഈ സ്ത്രീക്കൂട്ടം എവിടേക്കാണെന്ന് ചോദിച്ചേക്കാം. ഒരിറ്റു വെള്ളത്തിനാണ് ഈ നെട്ടോട്ടം. രാമന്തളി ചിറ്റടിയിലെ ഈ പാവപ്പെട്ട ജനവിഭാഗത്തെ അധികൃതർ കൈയൊഴിഞ്ഞ മട്ടാണ്. രാമന്തളി പഞ്ചായത്തിലെ ജനങ്ങൾക്കായി കോടികൾ ചെലവഴിച്ച് കൊട്ടിഘോഷിച്ച് നടത്തിയ കാക്കടവ് കുടിവെള്ള പദ്ധതിയിലെ ഉപഭോക്താക്കളാണിവർ. എന്നാൽ ഇവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ടോ എന്ന് ആരും ചോദിച്ചില്ല. ജനുവരി മാസം തുടങ്ങിയപ്പോഴേ ഉള്ള കിണറുകളും വറ്റിവരണ്ടു, നീരുറവകളും വറ്റിവരണ്ടുണങ്ങി. ചിറ്റടി പ്രദേശത്തെ പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനികളും ചിറ്റടി കുന്നിൻ മുകളിലുള്ള കുടുംബങ്ങളും ഇന്ന് കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ്. അവരുടെ ദുരിതം അവർ തന്നെ പറയട്ടെ. നമുക്ക് പണിക്ക് പോകണം, വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം കിട്ടേണ്ട ഒരു വഴിയില്ല. എന്താ ചെയ്യണ്ടേ? അങ്ങനെ പിന്നെ ഈ ചിറ്റടി നാട്ടിൽ കുടിവെള്ള ക്ഷാമമായിട്ട് എല്ലാ കാലത്തായിട്ടും ഉണ്ടാകുന്ന ഒരു ഇതാണ് കുടിവെള്ളം ഇല്ലാത്തത്. പിന്നെ ഇവിടുന്ന് കിലോമീറ്റർ നടന്നു പോയാലേ കുടിവെള്ളമുള്ളൂ. അത് ഈ മാസം കഴിഞ്ഞാൽ പിന്നെ വെള്ളം പറ്റും. ടാപ്പിൻ്റെ മുന്നിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാലും വെള്ളമില്ല. ഓന് കുറേ വീട്ടുകാർ ഈ പ്രദേശത്തുള്ള എല്ലാവരും ടാപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്കും വെള്ളം ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് പണിക്കും പോകണം. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പണിക്ക് പോയിട്ട് രാവിലെ പോയി വൈകുന്നേരം വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തായാലും ഈ ചിറ്റടിയിലെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. പൈപ്പ് ലൈനിൽ നിന്നുള്ള പൊതു ടാപ്പുകളുടെ മുന്നിൽ പാത്രങ്ങൾ നിരത്തി കാത്തിരുന്നാലും ഫലമുണ്ടാവാറില്ല. 5 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതിയിൽ ഈ കോളനിയിലുള്ളവർക്ക് ഒരു ഗുണവും ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. മറ്റുള്ളവർ എല്ലാം ഇടകലർന്നിട്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. പക്ഷേ വെള്ളമില്ലാത്ത ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ഇവിടെ കൂലിപ്പണിക്ക് പോകുന്നവരാണെല്ലാവരും. കൂലിപ്പണി എടുത്തു വന്നിട്ട് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. ആ പ്രയാസം എങ്ങനെ പറഞ്ഞറിയിക്കണം തന്നെ അറിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ളത്. കൂലിപ്പണിക്കാരായ കുടുംബങ്ങൾ രാവിലെയും വൈകുന്നേരവും പാത്രങ്ങളുമായി കുന്നുകളും മലകളും താണ്ടി വെള്ളമെത്തിക്കേണ്ട ഗതികേടിലാണ്. കോളനിയിലുള്ളവർ തന്നെ 2 സെന്റ് ഭൂമി കുഴൽ കിണർ കുഴിക്കാനായി നൽകിയെങ്കിലും അതിനും നടപടിയില്ലാത്ത അവസ്ഥയാണ്. കോടികൾ ചെലവിട്ട് പദ്ധതിയൊരുക്കിയെങ്കിലും ഉപയോഗമില്ലാതെ ഒരു തുള്ളി വെള്ളത്തിനായി നാടുനീളെ അലയുന്ന കാഴ്ചയാണ് രാമന്തളി പഞ്ചായത്തിലെ ചിറ്റടി പ്രദേശത്ത് കാണുന്നത്. ഇവരുടെ ദുരിതത്തിന് ഇനിയെങ്കിലും അധികൃതർ പരിഹാരം കാണാൻ തയ്യാറാവണം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ചിറ്റടിയിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണത്തിനായി കടന്നപ്പള്ളി ചന്തപ്പുര യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചന്തപ്പുര കൈക്കോട്ട് വയലിൽ നെൽകൃഷി ഇറക്കി. പൂർണ്ണമായും ജൈവ കൃഷിരീതിയിലാണ് കൃഷി നടത്തിയത്. ഏപ്രിൽ 11, 12 തീയതികളിൽ മാതമംഗലത്താണ് ജില്ലാ സമ്മേളനം.
സമ്മേളനത്തിനെത്തുന്നവർക്ക് വിഷരഹിതമായ ഭക്ഷണം നൽകുക എന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരമൊരു സംരംഭത്തിന് പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. ചന്തപ്പുരയിലെ കൊക്കോട്ടുവയലിൽ ചെയ്ത കൃഷിയിൽ പ്രവർത്തകർക്ക് 100 മേനി വിളവും ലഭിച്ചു. പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നും കൃഷി പൂർണ്ണ വിജയമാണെന്ന് കൂടി തെളിയിക്കുകയാണ് പരിഷത്ത് പ്രവർത്തകർ. ഉമാ നെൽവിത്താണ് കൃഷി ചെയ്തത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണനാണ് വിത്തിട്ട് കൃഷിക്ക് തുടക്കം കുറിച്ചത്. നെൽകൃഷിക്കൊപ്പം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി ജൈവ പച്ചക്കറി കൃഷിയും വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തകർ നടത്തിവരുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന കൊയ്ത്തുത്സവം വിപുലമായ രീതിയിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. യൂണിറ്റ് പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ വിതച്ചത് നല്ല വിളവാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെയാണ് ഈ കൃഷി ചെയ്തത് എന്നൊരു പ്രത്യേകത കൂടി ഇനിയുണ്ട്. തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളും മറ്റും കൃഷിയോഗ്യമാക്കുക, കൃഷി ചെയ്ത് എടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇവിടെ ദീർഘനാളായി തരിശായി കിടക്കുന്ന കൃഷിയിടം അല്ല ഇത് എങ്കിൽ കൂടി കഴിഞ്ഞ വർഷം സ്വകാര്യ വ്യക്തിയുടെ ഈ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നില്ല എന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റ് പ്രവർത്തകർ ഇവിടെ കൃഷി ഇറക്കുകയായിരുന്നു. ഏപ്രിൽ 11-12 തീയതികളിലാണ് മാതമംഗലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരൻ അബ്ദുൾ ഹക്കീമിന്റെ കൊലപാതകികളെ പിടികൂടുകയോ കേസ് CBIക്ക് വിടുകയോ ചെയ്യാത്ത പക്ഷം സമരം ശക്തിപ്പെടുത്തുമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ടി പുരുഷോത്തമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാഫിയവൽക്കരണത്തിനെതിരെ കൊച്ചിയിൽ നിന്നും ജനജാഗ്രതാ ജാഥ ആരംഭിച്ചു. 12 വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. കവികളായ വീരാൻകുട്ടി, KC ഉമേഷ് ബാബു എന്നിവർ സംബന്ധിക്കും. 13 വൈകിട്ട് 5 മണിക്ക് ജനാധിപത്യത്തെ വ്യാഖ്യാനിക്കുന്നവർ അഥവാ എ ന്യൂ ഡയമെൻഷൻ ഡെമോക്രസി എന്ന കുഞ്ഞിരാമൻ വയലേരിയുടെ പരിപാടി നടക്കും. 14 രാവിലെ മുതൽ പയ്യന്നൂർ നഗരത്തിൽ അടുപ്പുകൂട്ടി സമൂഹ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിക്കും. കണ്ണൂരിൽ രൂപവൽക്കരിച്ച ഐക്യദാർഢ്യ സമിതി വൈകിട്ട് പഴയങ്ങാടിയിൽ നിന്നും പയ്യന്നൂർ സമരപ്പന്തലിലേക്ക് മാർച്ച് നടത്തും. 15-ന് 2 മണി മുതൽ സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക സംഗമവും നടക്കും. 16-ന് രാവിലെ സാറാ ജോസഫ് സമരപ്പന്തലിൽ സംസാരിക്കും. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 48 മണിക്കൂർ ജനകീയ ഹർത്താലിനെക്കുറിച്ച് ആലോചിക്കുന്നതായും ജനകീയ പാർലമെന്റ് നടത്തിയായിരിക്കും ഈ തീരുമാനമെടുക്കുക എന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാഫിയയുടെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിന് തടസ്സമെന്നും മാഫിയാവൽക്കരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൺവീനർ ലാലു തെക്കേത്തലക്കൽ, അത്തായി ബാലൻ, KP വിനോദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കശുമാവിൻ തോട്ടങ്ങൾ കാണാമറയത്തേക്ക് നീങ്ങുന്നു. വിളവെടുപ്പ് കാലം പകുതി പിന്നിട്ടിട്ടും വിപണി സജീവമല്ല. ആശങ്കയുടെ ഒരു കശുവണ്ടിക്കാലം കൂടിയാണ് കർഷകന് ഇത്തവണയും നേരിടേണ്ടി വരുന്നത്. എവിടെ നോക്കിയാലും കശുമാവിൻ തോട്ടങ്ങൾ കാണാമായിരുന്ന കാലം അങ്ങ് വിദൂരത്തൊന്നുമല്ല. 10 കൊല്ലത്തിനിപ്പുറം ഏക്കർ കണക്കിന് കശുമാവിൻ തൈകളാണ് വെട്ടിമാറ്റിയത്. കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നതും വിലക്കുറവുമാണ് കശുമാവിൻ തോട്ടങ്ങളുടെ അപ്രത്യക്ഷമാകലിന് പ്രധാന കാരണം. കശുമാവ് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണത്തിനിരയായി ഉണങ്ങി നശിക്കുന്നതും പതിവ് കാഴ്ചയായി. സമൃദ്ധിയുടെ പൂക്കാലം തീർത്തിരുന്ന കശുവണ്ടി സീസൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകന് സമ്മാനിക്കുന്നത് ആശങ്കകളും നെടുവീർപ്പുകളും മാത്രമാണ്. മാർച്ച് ഏപ്രിൽ മാസത്തോടെ വിളവെടുപ്പ് മൂർധന്യതയിലെത്തേണ്ടതാണ്. ഇപ്പോൾ പക്ഷേ പലയിടത്തും പൂക്കളും പച്ചക്കശുവണ്ടിയും മാത്രമേ കാണുവാനുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനമാണ് കാരണമായി പറയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ഈ സമയത്ത് വിപണി കൊഴുക്കുമായിരുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു. കശുവണ്ടി വിരിയാത്ത ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ വർഷം നിലവിലുള്ളത്. ഈ അടുത്ത ദിവസമായി ചെറിയ മഴ കിട്ടി. അത് കാരണം ഇനി കശുവണ്ടി വിളവെടുത്താൽ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് മാറി കാലവർഷം തുടങ്ങുകയാണെങ്കിൽ ആ വിളവ് മൊത്തം നശിക്കുമോ എന്നൊരാശങ്കയിലാണ് കർഷകർ. രാജ്യത്ത് ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിച്ചിരുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായിരുന്നു. അയൽ സംസ്ഥാനങ്ങൾ വഴി വിദേശ വിപണിയിലേക്കാണ് ഇവ എത്തിച്ചേരുന്നത്. മാക്കൂട്ടം വഴി കർണാടകത്തിലേക്ക് കശുവണ്ടി കള്ളക്കടത്ത് പേരുകേട്ട ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. ഇതിനായി പ്രത്യേക സംഘങ്ങളും പ്രവർത്തിച്ചിരുന്നു. ഉൽപ്പാദനത്തിൻ്റെ തുടക്കത്തിൽ തരക്കേടില്ലാത്ത വില ലഭിക്കുമെങ്കിലും പിന്നീടത് പടിപടിയായി താഴേക്ക് പോവുകയാണ് പതിവ്. നിലവിലുള്ള കശുമാവിൻ തോട്ടങ്ങൾ പോലും സംരക്ഷിക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് പല കർഷകരുടെയും പരാതി. ഇപ്പം കൂലി തര വെക്കൂല. പറഞ്ഞാൽ ഇപ്പം വണ്ടിക്ക് വിലയുണ്ട്. ആ മുറിച്ച് ഇപ്പം നഷ്ടം തോന്നുന്നു. അത് അന്ന് വിലയില്ല. ഒരു കിലോ 3 റുപ്യ 10 റുപ്യ അങ്ങനെ ആ മാതിരി ഇല്ലു. കശുവണ്ടിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകരെ സഹായിക്കുമെന്ന് സർക്കാരിൻ്റെ പ്രഖ്യാപനവും നടപ്പിലായില്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
പഴയങ്ങാടി അടുത്തലയിൽ റോഡ് നിർമ്മാണത്തിനിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. KSTP റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിനിടയിലാണ് പഴയങ്ങാടി അടുത്തലയിൽ ജപ്പാൻ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പ് തകർന്നത്. കഴിഞ്ഞ ദിവസം പൈപ്പ് തകർന്നിരുന്നെങ്കിലും യഥാസമയം വാട്ടർ അതോറിറ്റി വകുപ്പിനെ അറിയിക്കാത്തതാണ് ശുദ്ധജലം പാഴാകാൻ കാരണം. ഇതോടെ ജപ്പാൻ കുടിവെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന വെങ്ങര എന്നീ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ജപ്പാൻ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാർ സ്ഥലത്തെത്തിയെങ്കിലും ശുദ്ധജലം പാഴാവുന്നതിന് പരിഹാരം കണ്ടെത്താനായിട്ടില്ല. വെള്ളം ഓവുചാലിലൂടെ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. നാടും നഗരവും ഒരുപോലെ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലകപ്പെട്ട് ദുരിതം അനുഭവിക്കുമ്പോഴാണ് ജീവനക്കാരുടെ നിരുത്തരവാദിത്തവും. വെള്ളം ഇഷ്ടംപോലെ പോകുന്നുണ്ട്. വെള്ളം കുടിക്കാനില്ലായിരിക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളെല്ലാം ആ ഭാഗത്തെല്ലാം തട്ടിക്കൊണ്ടുപോയിരുന്നു തലമ. അപ്പോൾ വെള്ളത്തിൻ്റെ ഭയങ്കര വിഷമമാണ്. അടിച്ചങ്ങനെ പോയിരുന്നു. എന്തെന്നാ ചെയ്യൽ? 3-4 ദിവസമായി പൈപ്പിടെ പൊട്ടിയിട്ട്. അപ്പോൾ അത് കുഴിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു അവിടെ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവർ വേഗം ഒന്നു വെച്ച പാടെ അവർ പൊട്ടി. അന്നൊന്നും വെള്ളം പോകുന്നില്ല. 3 ദിവസമായി ഇത് പൊട്ടിയിട്ട്. ഇന്ന് മുതൽ രാവിലെ മുതലേ വെള്ളം പോകാനൊക്കെ തുടങ്ങി. ഇവിടെ കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ നട്ടം തിരിയുന്നു. അതിനിടക്കാൻ ഈ വെള്ളം ഒഴുകിക്കൊണ്ടേ പോകുന്നു. റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പാവപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നുണ്ട്. തകർന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് നാട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ ആകാശവാണിയുടെ നേതൃത്വത്തിൽ ഞാൻ കർഷകൻ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കർഷകൻ കിസാൻ വാണി കർഷക സംഗമം ആകാശവാണി കണ്ണൂരും ആത്മ കണ്ണൂരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 8 കൃഷിഭവൻ പരിധികളിൽ നിന്നായി 10 കർഷകർ പരിപാടിയിൽ പങ്കെടുക്കുകയും കാർഷിക ജീവിതത്തിലെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രം അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ആർ വീണാറാണി ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. നമ്മളുടെ വയലില് കാട്ടുവളരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയോ? കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചെടി ഇത്രേ ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഒരു ചെറിയൊരു മുട്ടാമ്പളി പോലത്തെ ഒരു വെള്ളരി ഉണ്ടാവും. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ കോക്കാട് കോടിത്തായലിൽ നടന്ന പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആകാശവാണി പ്രോഗ്രാം ഹെഡ് കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി. ചെറുതാഴം കൃഷിഭവൻ കൃഷി ഓഫീസർ ജി നിഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത ഇ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇരിണാവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകി ഇരിണാവ് മിനി സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നു. മാർച്ച് 15-ന് ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ അറിയപ്പെടുന്ന കായിക താരങ്ങൾ വളർന്നു വന്ന പ്രദേശമാണ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇരിണാവ്. ദേശീയ അന്തർദേശീയ രംഗത്ത് നിരവധി താരങ്ങളെയാണ് ഇരിണാവ് സംഭാവന ചെയ്തത്. നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് ടി വി രാജേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇരിണാവ് മിനി സ്റ്റേഡിയം നവീകരിച്ചത്. 25 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. സ്റ്റേഡിയത്തിൽ ഇരിപ്പിടം ഉൾപ്പെടെയുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സെവൻസ് ഫുട്ബോൾ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നളന്ത ഇരിണാവിന്റെ പരിശീലന കേന്ദ്രം കൂടിയാണ് ഈ മിനി സ്റ്റേഡിയം. മിനി സ്റ്റേഡിയം നവീകരണം പൂർത്തിയാകുന്നതോടെ യുവതലമുറയ്ക്ക് കായിക പരിശീലനം നടത്തുവാനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കും. ഇത് പ്രദേശത്തിന്റെ കായിക കുതിപ്പിന് തന്നെ വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. യുവതലമുറ രാജ്യസ്നേഹമുള്ളവരായി മാറണമെന്ന് കാർഗിൽ ജവാൻ ശരത് ചന്ദ്രൻ. ജവഹർ മാഡായിയുടെ നേതൃത്വത്തിൽ ജവാന്മാർക്ക് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവഹർ മാഡായിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ജവാന്മാർക്കുള്ള സ്വീകരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ജവാന്മാരുടെ വീട്ടിലെത്തി ആദരിച്ചത്. കടന്നപ്പള്ളിയിലെ കാർഗിൽ ധീരജവാൻ ശരത്ചന്ദ്രൻ, വെങ്ങരയിലെ സുവർണൻ എന്നിവരുടെ വീടുകളിലെത്തിയാണ് ജവഹർ മാഡായിയുടെ പ്രവർത്തകർ ആദരിച്ചത്. നേരത്തെ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ജവാന്മാർക്കുള്ള ആദരത്തിൽ 60ഓളം ജവാന്മാർ പങ്കെടുത്തു. കാക്കോപ്രവൻ മോഹനൻ, ഗംഗാധരൻ MV, ജമാൽ വിളയാങ്കോട്, സജി നാരായണൻ, അബ്ദുള്ള PP, കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ ആദരണീയത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന 13ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക അഖില കേരള സെവൻസ് മാർച്ച് 14-ന് ആരംഭിക്കും. സി കൃഷ്ണൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഷൂട്ടേഴ്സ് പടന്ന RCFC എടാട്ടുമൽ, KRS കോഴിക്കോട്, അവുമാസ് ജ്വല്ലറി, ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളം തുടങ്ങി കേരളത്തിലെ മികച്ച 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. സെവൻസ് ടൂർണമെന്റിലെ അധികായന്മാരായ ഫിഫ മഞ്ചേരി, FC കോട്ടക്കൽ, ജയ ബേക്കറി തൃശൂർ, ബേസ് പെരുമ്പാവൂർ,
സബാൻ കോട്ടയ്ക്കൽ തുടങ്ങിയ ക്ലബ്ബുകളിലെ മികച്ച കളിക്കാർ വിവിധ ക്ലബ്ബുകൾക്കായി പയ്യന്നൂരിലെ ടൂർണമെൻറ്റിൽ ബൂട്ടണിയും. അവരോടൊപ്പം അഹമ്മദ്, റിച്ചാർഡ്സ്, ഫ്രാങ്കോ, ജൂനിയർ ഫ്രാൻസിസ്, ചെടി തുടങ്ങിയ വിദേശ കളിക്കാരും പോരാട്ടത്തിനിറങ്ങും. എല്ലാം കൊണ്ടും കായികപ്രേമികളെ ആവേശോജ്വലമാക്കും ടൂർണമെൻറ്റെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ്റെ അധ്യക്ഷതയിൽ MLA C കൃഷ്ണൻ നിർവഹിക്കും. എല്ലാ ദിവസവും രാത്രി 7:30 മുതലാണ് കളി ആരംഭിക്കുക. ടൂർണമെൻറ്റിലെ മിച്ചം വരുന്ന തുക നിരാലംബരായ രോഗികളെ സഹായിക്കുവാനുള്ള കുട്ടികൾക്കായുള്ള ഫുട്ബോൾ കോച്ചിംഗ്, ഫുട്ബോൾ അക്കാദമി എന്നീ വ്യത്യസ്തമായ മേഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. കാണികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റോസ്ട്രം, കസേര, ഗ്യാലറി ടിക്കറ്റുകൾ യഥാക്രമം 100, 50, 30 നിരക്കുകളിൽ ലഭിക്കും. സീസൺ ടിക്കറ്റുകൾ 1500, 500, 300 നിരക്കുകളിലും ലഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ T വിശ്വനാഥൻ, ജനറൽ കൺവീനർ K രവീന്ദ്രൻ, CV ദിലീപ്, E ദിനേശൻ, മൂസ മെട്ടമൽ, K ഷൈജു, സജിത് അന്നൂർ എന്നിവർ തൃക്കരിപ്പൂരിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ശതാബ്ദിക്ക് സമ്മാനമായി പൂർവ്വ വിദ്യാർത്ഥിയുടെ കരവിരുതിൽ രാഷ്ട്രപിതാവിന്റെ ശില്പം ഒരുങ്ങുന്നു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ ആണ് പൂർവ്വ വിദ്യാർത്ഥി പ്രദീപിന്റെ നേതൃത്വത്തിൽ ശില്പം ഒരുങ്ങുന്നത്. 12 വർഷമായി ശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രദീപ് ആദ്യമായാണ് സ്വന്തമായി ശില്പം നിർമ്മിക്കുന്നത്. അതും സ്വന്തം വിദ്യാലയത്തിലേക്കായതിനാൽ അതിയായ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ച് ചർച്ചകൾ സജീവമായ കാലത്താണ് തൻ്റെ വിദ്യാലയത്തിലേക്ക് രാഷ്ട്രപിതാവിൻ്റെ ശില്പം നിർമ്മിക്കാനായതിൽ താൻ അതീവ സന്തോഷവാനാണെന്നും പ്രദീപ് പറയുന്നു. സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. പൂർവ്വ വിദ്യാർത്ഥിയായ ഞാൻ ഇത് അവർ മാഷന്മാർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. കുഞ്ഞുങ്ങൾ നാടൻ മാഷ ശിഷ്യനാണ്. 12 വർഷത്തോളം മാഷ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു ശില്പം ഉണ്ടാക്കുന്നത്. 2 മാസം കൊണ്ട് പൂർണ്ണമായും സിമെൻറ്റിലാണ് 3 അടി ഉയരത്തിലുള്ള ഗാന്ധിജിയുടെ ശില്പം പൂർത്തിയാക്കിയത്. പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്ററുടെ ശിഷ്യനാണ് പ്രദീപ്. മാർച്ച് 14 ശനിയാഴ്ച സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരൻ പുന്യൻ ചന്ദ്രൻ ശില്പം അനാച്ഛാദനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ സമാപിച്ചു. ആഗോളവൽക്കരണ യുഗത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കരുത്ത് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. രണ്ടാം ദിനത്തിൽ ആഗോളവൽക്കരണവും ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ B ജോൺസൺ, ആഗോളവൽക്കരണത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ T അശോകൻ, ആഗോളവൽക്കരണത്തിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ B വിജയചന്ദ്രൻ പിള്ള എന്നിവർ വിഷയാവതരണം നടത്തി. സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് G തേജ്രാജ് മല്ലർ നിർവഹിച്ചു. കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ പ്രേമവല്ലി PV അധ്യക്ഷയായി. പ്രൊഫസർ P സന്തോഷ്, കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തൃക്കരിപ്പൂർ കോയോങ്കര തട്ടിനുമീത്തൽ പൂമാല ഭഗവതി ക്ഷേത്രം കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം പുലർച്ചെ ശൈവപുത്രിയായ പുതിയ ഭഗവതി അരങ്ങിലെത്തി. ഭൂലോകത്തും മനുലോകത്തും ചീറുമ്പ വിതച്ച വസൂരി എന്ന മഹാവ്യാധിയെ തുരത്താൻ അവതരിച്ച ശൈവപുത്രിയാണ് പുതിയ ഭഗവതി. ദൗത്യനിർവഹണത്തിന് ശേഷം വില്ലാപുരത്ത് കോട്ടയിൽ വസിക്കെ തൻ്റെ 6 ആങ്ങളമാരെയും നിഷ്കരുണം കൊന്നൊടുക്കിയ കാർത്തവീര്യൻ എന്ന അസുരനെ വകവരുത്തി ശിരസ് തീയിലിട്ട് കരിച്ച് ചാരം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തി രൗദ്രമൂർത്തിയായിട്ടാണ് പുതിയ ഭഗവതി തെക്കോട്ടുള്ള തൻ്റെ പ്രയാണം ആരംഭിച്ചത്. തൻ്റെ യാത്രാവേളയിൽ പാടാർകുളങ്ങരയിൽ വെച്ച് ഒരു ഭൂസുരനെയും കൂട്ടിക്കുളത്ത് വെച്ച് മുക്കുവരെയും അറുകൊല ചെയ്ത് തൻ്റെ കലിയടക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കാഞ്ഞങ്ങാടിനടുത്ത മാതോത്ത് ആരൂഢം ചെയ്ത് പിന്നീട് കുന്നച്ചേരി, മാവിച്ചേരി, മൈലാഞ്ചേരി, മുക്കുവച്ചേരി തുടങ്ങി 4 പ്രധാന ചേരികളിലേക്കും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്കും ഈ ദേവി ആഗതം ചെയ്തു എന്നാണ് പുരാവൃത്തം. വില്ലാപുരത്ത് കോട്ടയിലെ എണ്ണഭരണി തട്ടിത്തുറന്ന് കോട്ടയ്ക്ക് തീയും കൊടുത്ത് തെക്കോട്ടിറങ്ങിയ ദേവിയുടെ പുരാവൃത്തത്തെ സൂചിപ്പിക്കുമാറും അരയിൽ 4 കൂറ്റൻ തീപ്പന്തങ്ങളും മുടിയിൽ 21 കോത്തിരികളുമായിട്ടാണ് കാഴ്ചക്കാരിൽ ഭയഭക്തി ജനിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഭഗവതിയുടെ രൗദ്രനടനം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കുന്നംകുളം കോത്തല ശ്രീ കാരഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും നടന്നു. ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാടും അന്നദാനവും ഉണ്ടായി. പെരുമ്പ ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ശാസ്ത്രം വളരുന്നു, ഖുറാൻ വഴികാട്ടുന്നു എന്ന വിഷയത്തിൽ പ്രഭാഷണവും വീഡിയോ ക്ലിപ്പിംഗ് പ്രദർശനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഖുറാനിലെ അധ്യാപനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനമാരംഭിച്ച ഖുറാൻ പഠന ഗവേഷണ വേദിയാണ് പെരുമ്പ ഖുറാൻ സ്റ്റഡി സെന്റർ. പ്രസ്തുത സംരംഭത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഖുറാനിലെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാസ്ത്രം വളരുന്നു, ഖുറാൻ വഴികാട്ടുന്നു എന്ന പ്രമേയത്തിൽ വീഡിയോ ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അബുദാബി ഇന്ത്യൻ സ്കൂൾ അറബ് വിഭാഗം മേധാവിയും പ്രസിദ്ധ ഖുറാൻ പണ്ഡിതനും വാഗ്മിയുമായ സിംസാറുൽ ഹഖ് ഹുദ്വി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബും വാഗ്മിയുമായ സിറാജുദ്ദീൻ ദാരിമി കക്കാടാണ് പ്രഭാഷണം നടത്തുന്നത്. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഹംസ ഹാജി പെരുമ്പ, സിറാജുദ്ദീൻ ദാരിമി കക്കാട്, SKP അബ്ദുൽ ഖാദർ ഹാജി, യാസീൻ കറമിൽ, മൂസ കുഞ്ഞി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ ആരംഭിക്കും മുൻപേ രാമന്തളി ചിറ്റടി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ വെള്ളത്തിനായി കഷ്ടപ്പെടുകയാണ് പ്രദേശത്തുകാർ. ജവഹർ മാഡായുടെ നേതൃത്വത്തിൽ ജവാന്മാരെ ആദരിച്ചു. ഹക്കിംഗ് കേസ് CBI ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന പ്രക്ഷോഭം ശക്തിപ്പെടുമെന്ന് കമ്മിറ്റി ചെയർമാൻ T. പുരുഷോത്തമൻ. കർഷകർക്ക് കണ്ണീര് സമ്മാനിച്ച് കശുവിൻ പൂവുകൾ കരിഞ്ഞുണങ്ങുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. ഇരിണാവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമായി ഇരിണാവ് മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. ഇനി മാറ്റൊലി. മോഷണം വീണ്ടും വ്യാപകമാവുകയാണ്. അതിനൊപ്പം തന്നെ ഭീതിജനകമായ മറ്റൊരു വസ്തുത, കേസിൽ പിടിക്കപ്പെടുന്നതിലധികവും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. മറ്റേ ഇവിടെ പോലീസുകാരോ മറ്റുള്ളവരോ ഒരു അന്വേഷണത്തിനോ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ പിടിച്ച് പറിച്ച് കൊണ്ടുപോയാൽ ആരും കാണൂലല്ലോ. പറയുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ പിടിച്ച് പറിച്ചിട്ട് പോയാലും ശ്രദ്ധിക്കൂലല്ലോ. അതുകൊണ്ട് പിന്നെ എന്തെന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിലും മോഷ്ടാക്കൾ വ്യാപകമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമീപത്ത് പയ്യന്നൂർ പട്ടണത്തിൻ്റെ അടുത്ത പ്രദേശം എന്ന് പറയുന്ന കോറോത്ത് അമ്പലത്തറക്ക് സമീപം ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവരുടെ മാല പൊട്ടിച്ചെടുക്കുകയും ബൈക്കിൽ വന്ന 2 യുവാക്കളായിരുന്നു. അതുപോലെ തന്നെ അന്നൂർ റേഷൻ ഷാപ്പിന് സമീപത്ത് വെച്ച് അതിൻ്റെ പരിസരത്തുള്ള ഒരു സ്ത്രീയുടെ 5 പവൻ മാല പറിച്ചെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുകയും അവരെ പിന്തുടർന്ന് അവരെ പിടിക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല. അതുപോലത്തെ വിവിധ ഭാഗങ്ങളിൽ നാടോടികൾ, ഇപ്പോൾ ഇന്ന് നമ്മൾ പത്രം എടുത്ത് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു നാടോടി സ്ത്രീ ഒരു ബസ്സിൽ നിന്നും മാല പറിച്ചെടുക്കുന്ന സമയത്ത് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് മാധ്യമങ്ങളിൽ അവരെ ഫോട്ടോ സഹിതം പ്രചരിച്ചിരിക്കുകയാണ്. യുവതലമുറക്ക് പണത്തോടുള്ള ആർത്തിയാണ് ഈ മാലപറി അതേപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രധാന കാരണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മൗനാനുവാദം നൽകുന്ന നിയമപാലകരും ഇതിൻ്റെയൊക്കെ പണം പറ്റുന്ന നിയമപാലകർ ഇതിനൊന്നും എതിർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല. ഇവിടുത്തെ പുതിയ തലമുറകളെ പോലും ബാധിക്കുകയാണ്. അമേരിക്കയിലും മറ്റും കണ്ടുവരുന്ന കുറ്റവാളികൾ നമ്മുടെ ഈ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാരണ പ്രദേശത്ത് കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമപാലകർ അതിന് വേണ്ടുന്ന നടപടികൾ
സമയബന്ധിതമായി എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത്. നമ്മുടെ ഈ പത്രങ്ങൾ, നിത്യേന പത്രങ്ങൾ അതുപോലെ നമ്മുടെ മാസികകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈ മോഷണം നടത്തുന്ന വലിയൊരു ശതമാനം ആൾക്കാർ നമ്മുടെ ഒരു 20 വയസ്സിൽ 18 വയസ്സൊക്കെ താഴെ വരുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാഹന മോഷ്ടാക്കളാണ് കൂടുതൽ ഇക്കാര്യത്തിൽ. അല്ല, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇക്കാലത്തുള്ള ഈ വാഹനത്തോട് അല്ലെങ്കിൽ അമിതമായ ആഡംബര ഭ്രമം കുട്ടികൾക്ക് നമുക്കറിയാം ആ ഒരു ടീനേജ് എന്ന് പറയുന്ന പ്രായം മറ്റേ അനുകരിക്കാനും വാഹനങ്ങളൊക്കെ പിന്നെ ഹൈ സ്പീഡിൽ ഓവർ സ്പീഡിൽ ഓടിക്കാനൊക്കെ ഒരു തോന്നുന്നൊരു പീരീഡാണ്. അപ്പോൾ ആ പീരീഡിൽ എങ്ങനെയെങ്കിലും പലപ്പോഴും പാവപ്പെട്ട ഫാമിലീസിലെ കുട്ടികളാണെന്നതിലൊക്കെ ഉൾപ്പെടുന്നത്. കാരണം ഈ പലരുടെയും പ്രചോദനങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് അവർ ഈ മോഷണത്തിന് ഈവൻ 4 വീലേഴ്സ് ഉൾപ്പെടെ മോഷ്ടിക്കുകയും അവ ഉപയോഗിച്ചുകൊണ്ട് ദൂർത്ത് ആർഭാട ജീവിതം നയിക്കുകയും അതിലൂടെ തന്നെ അവർ പലപ്പോഴും ചെയ്യുന്നു പറഞ്ഞാൽ പലപ്പോഴും മറ്റ് ഡ്രഗ്സിൻ്റെ ലോകത്തേക്ക് വരെ അവർ തിരഞ്ഞെടുപ്പെടുന്നുള്ളതാണ്. മോഷണങ്ങൾ കേരള സമൂഹത്തിന് ഒരിക്കലും പുതുമയല്ല. പക്ഷേങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത്, പല മോഷണ കേസുകളിലും പ്രതിയായിക്കൊണ്ടിരിക്കുന്നത് 18 വയസ്സിന് താഴെ ഉള്ള വിദ്യാർത്ഥിനികളാണ്. എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണ്. അതിനുമപ്പുറത്തേക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കേരള പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്താതെ കണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് കാണുമ്പോൾ, ടാബ് കാണുമ്പോൾ തനിക്കും അത് സ്വന്തമാക്കണം എന്ന രീതിയിലേക്കുള്ള ചിന്താഗതിയുള്ളവരായിട്ട് നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കുന്നത് ആരാണ് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. തീർച്ചയായിട്ടും വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രവണതയാണിത്. ഈ അടുത്ത കാലത്ത് ചെറുപുഴയിലായിക്കോട്ടെ, നമ്മുടെ അടുത്ത പ്രദേശം പയ്യന്നൂരായിക്കോട്ടെ ഒക്കെ നടക്കുന്ന മോഷണ കേസുകൾക്കകത്ത് പ്രതികളാക്കി മാറ്റപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ള നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട, സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട വിദ്യാർത്ഥിനികളാണ്. പുതിയ തലമുറ എന്ന് വെച്ചാൽ ഇന്ന് ഈ അക്രമവാസനയിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ വെച്ചാൽ അവർക്ക് ഈ അടിപൊളിയായി ജീവിക്കണം. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. ജോലി ചെയ്താൽ തന്നെ ഇന്ന് സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള വരുമാനം ഇന്ന് എല്ലാ ചെറുപ്പക്കാർക്കും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക, മൊബൈൽ ഫോൺ വേണം വില കൂടിയത്, ഇങ്ങനെയുള്ള അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ അക്രമവാസന തുടരുന്നതിനൊരു പ്രധാന കാരണം നമ്മളെ നയിക്കുന്ന ഭരണാധികാരികളിൽപ്പെട്ട ആൾക്കാർ തന്നെ വലിയ തോതിലുള്ള അഴിമതി നടത്തിക്കൊണ്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ചവിട്ടി പതിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പണമുള്ളവന് മാത്രമേ സമൂഹത്തിൽ വിലയുള്ളൂ എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഏത് മാർഗത്തിലൂടെയും കാശ് ഉണ്ടാക്കണമെന്ന ബോധത്തിലേക്ക് സാധാരണ ആളുകൾ എത്തിപ്പെടുന്നു. പിന്നെ അതുപോലെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വളർന്നു വരുന്ന തലമുറയെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം